ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇസ്ലാം മതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന മുസ്ലിങ്ങൾ ചെയ്യുന്ന ഏത് കാര്യങ്ങളും അംഗീകരിക്കുകയും അനുകൂലിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്താൽ അവർക്ക് കൈനിറയെ പണം കിട്ടും, പോപ്പുലാരിറ്റി കിട്ടും. പിന്നെ അവർക്ക് നിറയെ എന്താണോ അവർക്ക് വേണ്ടത് അതെല്ലാം ലഭിക്കും. പണവും പ്രശസ്തിയും അധികാരവും അവരുടെ നിലനിൽപ്പും എല്ലാം പിന്നീട് ഇവരങ്ങേറ്റെടുത്തോളും. അത് തന്നെയാണ് ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലും കാണുന്നത്. എനിക്കെതിരെ ഒരുപാട് കാക്കമാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ മദ്രസകളിൽ പഠിച്ചതും അവരുടെ വീടുകളിൽ മാതാപിതാക്കൾ പഠിപ്പിച്ചതുമായിട്ടുള്ള ഭാഷകളാണ് ഉപയോഗിക്കുന്നത്. ഇവരിൽ ആരെങ്കിലും ഞാൻ മതത്തെ വിമർശിക്കുന്നു എന്ന് പറയുന്നു, ഞാനുമായിട്ടൊരു സംവാദത്തിന് തയ്യാറാകുമോ? ഇവരുടെ തറ സ്ലാങ്ങിലേക്ക് സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല, അത് വേറെ. കാരണം ഇസ്ലാമിനെ കുറിച്ച് ഖുർആനിനെ കുറിച്ച് പഠിച്ചവരോടല്ലാതെ നമ്മൾ ആരോടാ സംവദിക്കുക? അപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിലും കാണുന്നത് ഇസ്ലാമിനെ വാനോളം പൊക്കാൻ ആൾക്കാരുണ്ട്. കാരണം അവർക്ക് സ്വാർത്ഥ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ട്, തെണ്ടിയ പണവും കിട്ടും. അങ്ങനെയൊന്നും ആത്മാഭിമാനം പണയം വെച്ച് എനിക്ക് ശീലമില്ല. പിന്നെ ആരെ കണ്ടാലും സെക്ഷുവൽ ചുവയോടുകൂടി സംസാരിക്കുന്നത് അവരാ ഫ്രസ്ട്രേറ്റഡ് ആണ് ആ വിഷയത്തിൽ. അതുകൊണ്ടാണ് അവര് ഏതാണുങ്ങളെ കണ്ടാലും ചാടി വീണ്ടു പിടിക്കുന്നവരാണ്. അങ്ങനെ അനുഭവസ്ഥരായിട്ടുള്ള ആളുകൾ തുറന്ന പറച്ചിലുകൾ ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് എല്ലാവരെയും ആ രൂപത്തിൽ സംസാരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ നിക്ഷേപകനും ശതകോടീശ്വരനുമായ ജോർജ് സോറോസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച് ടെസ്ല സിഇഒ ഇലോൺ മസ്കാണ് രംഗത്ത് വന്നിരിക്കുന്നത്. പലസ്തീൻ ഭീകരവാദ സംഘടനയായ ഹമാസുമായി ബന്ധമുണ്ട് എന്ന് ആരോപിക്കപ്പെടുന്ന NGOകൾക്ക് സോറോസ് ഫണ്ട് നൽകുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിച്ചിട്ടായിരുന്നു ഇലോൺ മസ്കിന്റെ വിമർശനം. ജോർജ് സോറോസിന്റെ മനുഷ്യത്വത്തോടുള്ള വെറുപ്പിൽ ഇസ്രയേലും ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ഇലോൺ മസ്കിന്റെ പരാമർശം. ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിനിടയിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നതായി ആരോപിക്കപ്പെടുന്ന സർക്കാർ ഇതര സംഘടനകൾക്ക് ജോർജ് സോറോസ് $15 മില്യൺ നൽകിയെന്ന് ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേൽ അംബാസഡർ പറഞ്ഞിരുന്നു. ഈ പ്രസ്താവനയെ മസ്കും അനുകൂലിച്ചു. സോറോസിന് രാജ്യത്തിന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പ്രസിഡൻഷ്യൽ മെഡൽ ഓഫ് ഫ്രീഡം നൽകാനുള്ള US പ്രസിഡന്റ് ജോ ബൈഡന്റെ തീരുമാനത്തെ അപലപിച്ച് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് മസ്കിന്റെ ഏറ്റവും പുതിയ വിമർശനം രംഗത്ത് വരുന്നത്. ജോ ബൈഡന്റെ തീരുമാനത്തെ മസ്ക് പരിഹാസ്യം എന്ന് വിശേഷിപ്പിച്ചു. സോറോസ് ആഗോള രാഷ്ട്രീയത്തിന് ഹാനികരമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് ടെസ്ല CEO ആരോപിക്കുന്നു. അദ്ദേഹം മനുഷ്യത്വത്തെ അടിസ്ഥാനപരമായി വെറുക്കുന്നെന്നും നാഗരികതയുടെ ഘടനയെ നശിപ്പിക്കാൻ സജീവമായി പ്രവർത്തിക്കുകയാണെന്നും ഇലോൺ മസ്ക് ഒരു പോഡ്കാസ്റ്റിൽ ആരോപിച്ചു. മറ്റൊരു ട്വീറ്റിൽ മസ്ക് സോറോസിനെ നിരവധി സാങ്കല്പിക വില്ലന്മാരോട് ഉപമിച്ചു. ഇതിൽ മാർവൽ യൂണിവേഴ്സിലെ മാഗ്നെറ്റോയും സ്റ്റാർ വാർസിലെ ചക്രവർത്തി പാൽപാറ്റനുമെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഒരു മനുഷ്യൻ മനുഷ്യത്വരഹിതമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ ഉദാഹരണമാണ് ജോർജ് സോറോസ്. അതായത് സോറോസിന് വേണ്ടത് മനുഷ്യത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന, മാനവികതയെ തകർത്ത് തരിപ്പണമാക്കുന്ന ഇതുപോലെയുള്ള ആളുകളെ സഹായിക്കുക, അവരെ വളർത്തുക. പ്രത്യേകിച്ച് ഇന്ത്യ വിരോധം ജോർജ് സോറോസിന്റെ മുഖമുദ്രയാണ് കേട്ടോ, അത് മറക്കരുത്. ഇപ്പോൾ ജോർജ് സോറോസിനെ സംബന്ധിച്ച് രാജീവ് ഗാന്ധി ഫെഡറേഷന് പണം കൊടുക്കുന്നെന്നും രാഹുൽ ഗാന്ധിയും അതുപോലെ സോണിയയുമൊക്കെ അതിൻ്റെ പണം പറ്റുന്നു എന്നൊക്കെയുള്ള വിവിധ വാർത്തകൾ നമ്മുടെ നാട്ടിൽ പരക്കെ വ്യാപിപ്പിക്കപ്പെട്ടിരുന്നു. അതൊക്കെ കേട്ടവരാണ് നമ്മൾ. ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹൈന്ദവ വംശഹത്യ, ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രസ്താവനയുമായി, എന്ന നിലപാടുമായി, ലക്ഷ്യവുമായി ഇടക്കാല സർക്കാരായ യൂണിറ്റ് സർക്കാർ അടക്കം പ്രവർത്തിക്കുമ്പോൾ അവർക്കും പണമിറക്കി ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിന് ജോർജ് സോറോസ് ശ്രമിക്കുന്നു എന്ന രൂപത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു പശ്ചാത്തലത്തിൽ അത് സാധ്യമല്ല എന്നറിയാം. കാരണം ബംഗ്ലാദേശ് ജനത ഇന്ത്യക്ക് എതിരല്ല. ഒരു
വിഭാഗം മാത്രമാണ് അവിടെ കലാപം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈനികമായ ഇടപെടൽ അത് സാധ്യമല്ല ഈ ഘട്ടത്തിൽ. അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ എല്ലാ സഹായങ്ങളും നിലവിലുള്ള ഭരണകൂടത്തിനുണ്ട് എന്ന് നമുക്കറിയാം. കാരണം മുഹമ്മദ് യൂനിസ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെ ഏജന്റായിട്ട് പണ്ട് മുതലേ വർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആ നോബൽ സമ്മാനത്തിന്റെ ഒക്കെ വാല്യൂ, അതിന്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ ജോർജ് സോറസ് ഒക്കെ ആയിട്ടുള്ള ഇടപെടൽ, ആ ബന്ധം, അതെല്ലാം സുവിദിതമാണ്. അപ്പോ ഈ ഒരു വിഷയം നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത് ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ വേണു നായർ ചൂണ്ടിക്കാണിച്ചു. ബ്ലൂടൂത്ത് സ്പീക്കർ ഇതിനകത്ത് വർക്കാവുന്നില്ല. നോക്കട്ടെ. 90% മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു പ്രദേശം ഇനി ഈ ഒരു 10% ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു മതരാഷ്ട്രം, ഇസ്ലാമിക മതരാഷ്ട്രം രൂപീകരിക്കുക എന്ന അജണ്ട മുൻനിർത്തിക്കൊണ്ട് തന്നെയല്ലേ നിലവിലുള്ള ഈ ഒരു ഓൺസ്ലോട്ടിനെ, ഈ ഒരു ഹിന്ദു വേട്ടയെ അല്ലെങ്കിൽ ന്യൂനപക്ഷ വേട്ടയെ കാണേണ്ടത്? തീർച്ചയായിട്ടും ഈ രണ്ട് ഘടകങ്ങൾ വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബംഗ്ലാദേശിനെ കുറിച്ച് ഇന്നത്തെ ബംഗ്ലാദേശിന്റെ കഴിഞ്ഞ 6 മാസമായി, കൃത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ജൂൺ 5-നാണ് ആ കോടതി വിധി വന്നത്. അതിനെ തുടർന്നാണ് കലാപം തുടങ്ങുന്നത്. ഇപ്പോൾ ഡിസംബർ 5-ാം തീയതി ആകുമ്പോൾ കൃത്യം 6 മാസം പൂർത്തിയാവുന്നു. ഇതിനിടയിൽ നടന്ന മരണപ്പെട്ടതിന്റെ കണക്ക് 370 എന്നൊക്കെ എവിടെ കണ്ടു. എന്തായാലും അതൊക്കെ ഔദ്യോഗികമായ കണക്കാവും, ഒരിക്കലും ശരിയായ കണക്കായിരിക്കണമെന്നില്ല. നമുക്ക് കിട്ടുന്ന കണക്കിനേക്കാൾ എത്രയോ കൂടുതലായിരിക്കും മരണം, എത്രയോ കൂടുതലായിരിക്കും കലാമിറ്റീസും കാഷ്വാലിറ്റീസും ഒക്കെ. നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ശ്രീ അനിൽ നമ്പ്യാർ പറഞ്ഞ 2 കാര്യങ്ങളാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ന്യൂനപക്ഷങ്ങൾ എന്ന നിലയിൽ ഭരണകൂടത്തിന്റെ പിന്തുണയോടുകൂടി 1971 ബംഗ്ലാദേശ് രൂപീകരിക്കപ്പെടുന്ന സമയത്തുള്ള ന്യൂനപക്ഷങ്ങളുടെ എണ്ണവും 2024 ന്യൂനപക്ഷങ്ങളുടെ സെൻസസും എടുക്കുമ്പോൾ മനസ്സിലാകും ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താണെന്ന്. ന്യൂനപക്ഷങ്ങൾ ഇവിടെ ഏത് രാജ്യത്ത് വേട്ടയാടപ്പെടുമ്പോഴും ലോകത്തിലെങ്ങുമുള്ള മനുഷ്യന്മാർ അങ്ങനെ മർദ്ദിതരായ മനുഷ്യരോട്, ഏത് രാജ്യത്തെ പൗരന്മാരായാലും അവരോട് സാഹോദര്യ ബുദ്ധിയ പെരുമാറുകയും അവരുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെയുള്ള ഇടപെടൽ, രാഷ്ട്രീയമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആരാണ് ഇന്ത്യയെ വെട്ടിമുറിച്ച് പാകിസ്ഥാൻ ഉണ്ടാക്കിയത്? ആ സാഹചര്യത്തിന്റെ അന്ന് അതിന് ഡിവൈഡ് ആൻഡ് റൂൾ എന്നായിരുന്നു പേര്. അത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വമായിരുന്നു അതിന്റെ പിന്നിൽ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ലോകത്തിലെ ഇന്നത്തെ ഇഷ്യൂലേക്ക് വന്നാൽ ലോകത്തിലെ 2 സാമ്രാജ്യത്വങ്ങളുടെ കഴുകൻ കണ്ണുകൾ കൃത്യമായിട്ടും ബംഗ്ലാദേശിന്റെ ചുറ്റും കഴിഞ്ഞ കുറെ കാലമായിട്ടുണ്ട്. 2 വാക്കുകൾ ഈ ചർച്ചയിൽ വളരെ പ്രധാനമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ബംഗ്ലാദേശിന്റെ ഒരു ഇങ്ങേയറ്റത്ത് വാലറ്റത്ത് കിടക്കുന്ന 2 പ്രദേശങ്ങളാണ്. ഒന്ന് കോക്സ് ബസാറാണ്. കോക്സ് ബസാർ ഈ ബംഗ്ലാദേശിന്റെ വൻകരയോട് ചേർന്ന് കിടക്കുന്ന, താഴെ ആ മാപ്പ് നോക്കി നമുക്ക് മനസ്സിലാവും. അതിന്റെയും താഴെ കിടക്കുന്ന ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന ഒരു കൊച്ചു ദ്വീപിന്റെ പേരാണ് സെന്റ് മാർട്ടിൻ ഐലൻഡ്. കോക്സ് ബസാറും സെന്റ് മാർട്ടിൻ ഐലൻഡും തമ്മിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ബംഗ്ലാദേശിൽ കലാപം നടക്കുന്നത് എന്ന് ഒരു പ്രതീകാത്മകമായി നമുക്ക് പറയാൻ പറ്റും. കോക്സ് ബസാറിന്റെ പ്രശ്നം എന്താണ്? അവിടെ ചൈന, ഷെയ്ഖ് ഹസീനയുടെ ഒക്കെ കൂടി തന്നെ താല്പര്യത്തോടും സമ്മതത്തോടും കൂടി ചൈന കുറെ കാലമായിട്ട് അവിടെ തുറമുഖം നിർമ്മിക്കുന്നുണ്ട്. ചൈനയുടെ വലിയൊരു താവളമായിട്ട് കോക്സ് ബസാർ വളർന്നു വരികയാണ് ബംഗ്ലാദേശിൽ. അത് എന്ന് തുടങ്ങിയോ അന്നും അതിനു മുമ്പും തന്നെ ഈ നേരത്തെ അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ അമേരിക്കൻ സാമ്രാജ്യത്വത്തിന് തീർച്ചയായിട്ടും വലിയ ഉത്കണ്ഠയുള്ളത് ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി ശക്തിപ്പെട്ട് ലോകത്തിലെ ശാക്തിക ചേരികളോടൊന്നും കൂട്ടുനിൽക്കാതെ തന്നെ പുതിയ രാഷ്ട്രീയ ചേരികൾ ഉണ്ടാക്കി ശക്തമായ രാജ്യമായി ലോകത്തിന് നേതൃത്വം നൽകി മുന്നോട്ട് പോകുന്നു എന്നത് മാത്രമല്ല അമേരിക്കയുടെ ആശങ്ക. പ്രധാനപ്പെട്ട ഒരു ആശങ്ക ഇന്ത്യയുടെ സമീപത്തായിട്ട് ഒരു ചൈനീസ് താവളം ബംഗ്ലാദേശിൽ വളർന്നു വരുന്നു എന്നാണ്. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശിൽ നടക്കുമ്പോൾ നേരത്തെ ഡീപ് സ്റ്റേറ്റ് എന്ന പ്രയോഗം അനിൽ നമ്പ്യാർ നടത്തിയല്ലോ, എത്ര കൃത്യമാണെന്ന് ഓർക്കും. സോറസിന്റെ പണം, ബംഗ്ലാദേശിലെ ഇന്ന് നടക്കുന്ന കലാപത്തിന്റെ മുഴുവൻ പണം ഇറക്കുന്നത് സോറസ് ആണ് എന്ന കാര്യം ഇന്ന് അങ്ങാടിപ്പാട്ടാണ്, ലോകത്തിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അല്ലാതെ ഈ കലാപം നടത്താനുള്ള പണമൊന്നും ആ ദരിദ്ര രാജ്യത്തിനില്ല. പട്ടിണികളാണ്. 4 കോടി 17 കോടി ജനങ്ങളിൽ 4 കോടി പട്ടിണി. കുടിക്കാൻ വെള്ളമില്ല, വെളിച്ചത്തിന് ഇന്ധനമില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. ഇന്ത്യയോട് എല്ലാത്തിനും യാചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്തിന് ഹിന്ദുക്കൾക്കെതിരെ ഇത്ര വലിയ കലാപം നടത്താനുള്ള പണം എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് മറുപടിയാണ് എ പി അഹമ്മദ് പറയുന്നത്. രാജ്യമാണ്. അവിടെ ഇറങ്ങുന്ന പണം സോറസിന്റെ പണമാണ്, അമേരിക്കൻ സാമ്രാജ്യത്തിന് താല്പര്യമുള്ള പണമാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജനുവരി 5 അവിടെ കഴിഞ്ഞ ജനുവരി മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഷെയ്ഖ് ഹസീന തന്നെ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ രാജ്യത്ത് ഒരു ക്രിസ്തു രാജ്യത്തിന്റെ താവളം ഒരുക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ ഞങ്ങളുടെ രാജ്യത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. ഈ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ ചെലവുകളും, മീൻസ് അവാമി ലീഗിന്റെ തെരഞ്ഞെടുപ്പിന്റെ മുഴുവൻ സൗകര്യങ്ങളും സുഗമമായി ജയിക്കാനുള്ള സാഹചര്യവും ഞങ്ങൾ ഒരുക്കി തരാമെന്ന് ഒരു പ്രമുഖ വിദേശ രാജ്യം എനിക്ക് ഉറപ്പ് തന്നിരുന്നു എന്ന് ഷെയ്ഖ് ഹസീന തന്നെ പറയുന്നുണ്ട്. അതാരാണെന്ന് ഇന്നിപ്പോ നമുക്ക് വളരെ കൃത്യമാണ്. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർക്കണം, നേരത്തെ ഈ ചർച്ചയിൽ വന്നതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബംഗ്ലാദേശ് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ചെറിയൊരു നാടല്ല, വെറും അയൽക്കാർ മാത്രമല്ല. പ്രധാനപ്പെട്ട 5-6 സംസ്ഥാനങ്ങൾ കിടക്കുന്നത് ബംഗ്ലാദേശിനും അപ്പുറത്താണ്. ഇന്നിപ്പോ ആലോചിച്ച് നോക്കൂ, അഗർത്തലയിൽ നിന്ന് ഒരിക്കൽ യാത്ര ചെയ്ത അനുഭവം എനിക്കുണ്ട്. ഇപ്പോ ത്രിപുരയുടെ തലസ്ഥാനമായ അഗർത്തലയിൽ നിന്ന് പശ്ചിമ ബംഗാളിന്റെ തലസ്ഥാനമായ കൊൽക്കത്തയിലേക്ക് നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ ബംഗ്ലാദേശ് ഉടനീളം മുറിച്ചു കിടക്കണം.
ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെയാണ് ഇപ്പോ ആസാമിൽ നിന്ന് നമുക്ക് ബസ് യാത്ര ചെയ്യണമെങ്കിൽ, ആസാമിൽ നിന്ന് ബീഹാറിലേക്ക് ബസ് യാത്ര ചെയ്യണമെങ്കിൽ ബംഗ്ലാദേശ് മുറിച്ച് കിടക്കണം. ബംഗ്ലാദേശിന്റെ അപ്പുറത്താണ് സത്യത്തിൽ ഇന്ത്യ വൻകരയുടെ 5-6 സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശിനോട് ചേർന്നാണ്. അതിൽ മണിപ്പൂരുണ്ട്, മിസോറാം ഉണ്ട്, ആസാം ഉണ്ട്, മേഘാലയ ഉണ്ട്, ത്രിപുര ഉണ്ട്. ഈ സംസ്ഥാനങ്ങൾ അപ്പുറത്ത് അരുണാചൽ പ്രദേശ് ഉണ്ട്. ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വേറൊരു കാര്യം കൂടി ഈ സമയത്ത് ഓർക്കണം. മണിപ്പൂർ കലാപത്തിന്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന് നമ്മുടെ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ 6 എണ്ണമെങ്കിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. നമ്മൾ ഡെമോഗ്രാഫി പറയുമ്പോൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ പേര് പറയുകയും ഒന്ന് പറയാതിരിക്കുകയും ചെയ്യുന്ന കാര്യമില്ല. 6 സംസ്ഥാനങ്ങൾ ഭൂരിപക്ഷ സംസ്ഥാനങ്ങൾ ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളാണ്. ഈ സംസ്ഥാനങ്ങളോട് ചേർന്ന് ഒരു ക്രിസ്തു രാഷ്ട്രം സ്ഥാപിക്കണം എന്ന് പറയുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എന്താണ് അതിന്റെ അർത്ഥം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് തന്നെ ഡീപ് സ്റ്റേറ്റ് നമ്മൾ വിളിക്കുന്നതും. അതുകൊണ്ട് അത് വേറെ ഒന്നുകൊണ്ടുണ്ട്. ഒരു പക്ഷേ ഇന്ത്യയോടുള്ള വിരോധം അമേരിക്കയ്ക്കുള്ളതുകൊണ്ട് മാത്രമല്ല, ചൈന വലിയൊരു താവളം നമ്മുടെ പരിസര പ്രദേശത്ത് ബംഗ്ലാദേശിൽ പണിയുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. അതുകൊണ്ട് ഈ വിദേശ രാജ്യം 2 സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യം. ഇനി ഒരു കാര്യം കൂടി ചേർത്ത് പറഞ്ഞാൽ മതി. സാമ്രാജ്യത്വ ശക്തികൾ അതിന്റെ ആവനാഴിയിലെ ഏറ്റവും ശക്തമായ ആയുധങ്ങളായി എന്നും വളർത്തിയെടുത്തിട്ടുള്ളത് തീവ്രവാദ പ്രസ്ഥാനങ്ങളെയാണ്, മതരാഷ്ട്രവാദികളാണ്. ഒരു തർക്കവും വേണ്ട, യാതൊരു തർക്കവുമില്ല. ആരായിരുന്നു ബിൻ വളർത്തിയെടുത്തത്? ആരായിരുന്നു ബിൻ ലാദനും കൂട്ടർക്കും സൗകര്യം എത്തി കൊടുത്തത്? ആരായിരുന്നു ബിൻ ലാദന് പരിശീലനം കൊടുത്ത് കൃത്യമായിട്ട് അന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക്, കാബൂളിലേക്ക് വിമാനം കയറ്റി വിട്ടത് നമുക്കറിയാമായിരുന്നു. കാരണം അന്ന് സോവിയറ്റ് യൂണിയൻ ആയിരുന്നു ലക്ഷ്യം. ആ ലക്ഷ്യം നേടിക്കഴിഞ്ഞപ്പോൾ ഈ സ്വന്തം കുടത്തിൽ നിന്ന് പുറത്തു വിട്ട ഭൂതങ്ങളൊക്കെ അവർക്ക് നേരെ തിരിഞ്ഞു. അതാണ് സത്യം. ഈ ജമാഅത്ത് ഇസ്ലാമിക് ആണെങ്കിൽ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട്. ജമാഅത്ത് ഇസ്ലാമി എന്നും രാജ്യദ്രോഹികളാണ്, എന്നും രാജ്യദ്രോഹികളാണ്. ഇന്ത്യയിൽ നിന്ന കാലത്ത് ഒന്നും അവർ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല. കാരണം ഈ ബ്രിട്ടീഷുകാർ ഇത്തരക്കാരെ ഇനിയും ഈ രാജ്യത്ത് വളരാൻ അനുവദിക്കണോ എന്നതൊരു ചോദ്യമാണ്. എല്ലാ കാലത്തും ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നാലും സ്വതന്ത്ര ഭാരതത്തിലായിരുന്നാലും ശരി, ഈ രാജ്യത്തിന് ദ്രോഹം മാത്രം ചെയ്തിട്ടുള്ള ഒരു പാർട്ടിക്ക് വളക്കൂറുള്ള മണ്ണായി ഈ സ്വതന്ത്ര ഭാരതം മാറുന്നു. പോയിട്ട് ബ്രിട്ടീഷുകാരുടെ അനിസ്ലാമിക വ്യവസ്ഥ പോയിട്ട് ഹിന്ദുക്കളുടെ ഒരു അനിസ്ലാമിക വ്യവസ്ഥ വന്നിട്ട് എന്ത് കാര്യമെന്നാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലത്ത് അവർ ചോദിച്ചത്. പാകിസ്ഥാൻ കിട്ടിയത് അവരെ കൊണ്ടല്ല. മുഹമ്മദ് അലി ജിന്നയുടെ വളരെ ശക്തമായ വിട്ടുവീഴ്ചയില്ലാത്ത നീക്കം കൊണ്ട് കിട്ടിയതാണ് പാകിസ്ഥാൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ മൗലാന മൗദൂദിയും കൂട്ടരും ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു നമുക്ക് ഇസ്ലാമിക രാജ്യമാക്കണം. ജിന്ന സമ്മതിച്ചില്ല. ജിന്ന പറഞ്ഞത് ഇന്ത്യ സെക്കുലർ ആണെങ്കിൽ നമ്മളും സെക്കുലറാണ്, ഇന്ത്യ ഡെമോക്രാറ്റിക് ആണെങ്കിൽ നമ്മളും സെക്കുലറാണ്. 1980 സിയാവുലക്കിന്റെ കാലം വരെ പാകിസ്ഥാൻ സെക്കുലറായി നിന്നു നമ്മൾ ഓർക്കണം. ഇത് ബംഗ്ലാദേശിലും ഇതേ നയമാണ്. ബംഗ്ലാദേശ് യുദ്ധകാലത്ത് നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ബംഗ്ലാദേശ് യുദ്ധകാലത്ത് ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ച നയം എന്താണ്? നമ്മളിപ്പോ ഉള്ള മുസ്ലിം ഐഡന്റിറ്റി കളയരുത്, നമ്മൾ പാകിസ്ഥാന്റെ കൂടെ തന്നെ നിൽക്കണം, നമ്മൾ വിട്ടുപോരുത്, നമ്മുടെ കൾച്ചറൽ ഐഡന്റിറ്റി അല്ല പ്രധാനം, ഇസ്ലാമികമായ ഐഡന്റിറ്റി ആണെന്ന് പറഞ്ഞവരാണ് ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിക്ക് ഇപ്പോ സൗകര്യം കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ 71 തൊട്ട് 75 ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ വധം, 81 സിയാദ് റഹ്മാന്റെ വധം, ഞാൻ പറഞ്ഞു അപ്പോഴൊക്കെ തന്നെ ജമാഅത്ത് ഇസ്ലാമി സംശയത്തിന്റെ നിഴലിൽ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ മതരാഷ്ട്രവാദം എന്ന് പറയുന്നത് ലോകത്തിലെ 2 സാമ്രാജ്യത്വങ്ങൾ തമ്മിലുള്ള വലിയ ശാക്തിക താല്പര്യങ്ങൾ ഈ പ്രദേശത്തെ ഇന്ത്യ ഉപഭൂഖണ്ഡത്തോട് ചേർന്നുള്ള ഒരു താവളത്തിന്റെ പേരിൽ 2 താവളങ്ങൾ 2 കൂട്ടർക്കും വേണം എന്ന വാദത്തിന്റെ പേരിൽ നടക്കുന്ന കലാപത്തിലെ, അവരുണ്ടാക്കുന്ന കലാപത്തിലെ, കൃത്യമായി ഉണ്ടാക്കിയെടുക്കുന്ന കലാപമാണ്. ആ കലാപത്തിലെ പ്രധാനപ്പെട്ട ഒരു കരുവാണ് ജമാഅത്തെ ഇസ്ലാമി. ആ കലാപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഏജന്റാണ് മുഹമ്മദ് യൂനുസ്. എല്ലാവർക്കും അറിയാം, മുഹമ്മദ് യൂനുസിന് സമാധാനത്തിനല്ല നോബൽ പ്രൈസ് കൊടുത്തത്, തീർച്ചയായിട്ടും കലാപത്തിനാണ്. അതുകൊണ്ട് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇതിൽ ചർച്ചയ്ക്ക് വരേണ്ട ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നത്. അത് ഇങ്ങനെയാണ്, ഒരു ഇന്ത്യക്ക് അധിനിവേശം പാടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ബംഗ്ലാദേശിനെ കണ്ണിൽ എണ്ണയൊഴിച്ച് ജാഗ്രതയോടെ കാത്തിരുന്നില്ലെങ്കിൽ ഇന്ത്യയുടെ ഇപ്പൊ ബംഗ്ലാദേശിനോട് വലം വെച്ച് കിടക്കുന്ന ഇന്ത്യയാണ്. ബംഗ്ലാദേശിന്റെ അപ്പുറത്തുള്ള 5-6 സംസ്ഥാനങ്ങൾ, ഇപ്പുറത്തുള്ള സംസ്ഥാനങ്ങൾ, ഈ ഒരു നിർണായകമായ ഘട്ടം, ആ നിർണായകമായ പ്രദേശം ഏറ്റവും വലിയ ഇന്ത്യ വിരുദ്ധമായ ഒരു താവളമായി വളർത്തിയെടുക്കാൻ ലോകത്തിലെ 2 ശാക്തിക ചേരികൾ മത്സരിക്കുന്ന കാലത്ത് ബംഗ്ലാദേശിനെ പൊതിഞ്ഞു വെച്ച് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിനെ സാധ്യമാണെങ്കിൽ ഇന്ത്യയുടെ വരുതിയിൽ നിർത്തുകയോ ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞ എന്റെ രാജ്യത്തെ കുറിച്ചുള്ള ഉത്കണ്ഠകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഈ ചർച്ചയിൽ നയതന്ത്ര വിദഗ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരുണ്ട്, എല്ലാവരും പറയട്ടെ എന്നാണ് ആദ്യം. തീർച്ചയായിട്ടും അത് നരേന്ദ്രമോദി ശ്രദ്ധയിലെടുക്കും. കാരണം ഇത് നരേന്ദ്രമോദിയുടെ ചിന്തയിലുണ്ട്. എങ്ങനെയാണ് ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയെ സംരക്ഷിക്കേണ്ടത്? ബംഗ്ലാദേശിനെ പൊതിഞ്ഞു പിടിച്ചാൽ നാളെ ബംഗ്ലാദേശ് ഇന്ത്യക്കെതിരെ കുരയ്ക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം അവർക്ക് വിദേശത്ത് നിന്ന് ഫണ്ട് ഇറക്കി കൊടുക്കാനും ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങളെ ഇന്ത്യക്കെതിരെ വളർത്തിക്കൊണ്ടുവരാനും അവർക്ക് വെള്ളവും വളവും കൊടുത്ത് എങ്ങനെ വളർത്തണമെന്നും ഇന്ത്യക്കകത്തും പുറത്തും യഥേഷ്ടം സംഘടനകളും ശക്തികളും ഉള്ളപ്പോൾ അവരാരെ ഭയക്കണം? നന്ദി.